Hello everyone, welcome to BBY ITI official YouTube channel. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ ട്രേഡിലെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന മൊഡ്യൂളിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങളുടെ എക്സാമിന് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ബേസിക് 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ്? അതായത് 3 ബേസിക് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്. ഓപ്ഷൻ ബി പവർ, വോൾട്ടേജ്, കണ്ടക്റ്റൻസ്. ഓപ്ഷൻ സി വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അഥവാ ഇംപിഡൻസ്. ഓപ്ഷൻ ഡി കറണ്ട്, റിലക്റ്റൻസ്, ഇൻഡക്റ്റൻസ്. അപ്പം നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കലിലെ 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്. അതാണ് കറക്റ്റ് ആൻസർ. ആ റെസിസ്റ്റൻസ് നമ്മൾ ഇംപിഡൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ കേസ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് ഡാഷ് കറണ്ട് വിൽ ഫ്ലോ ഇൻ ദ സർക്യൂട്ട്. അതായത് ഷോർട്ട് സർക്യൂട്ട് ആകുന്ന കേസിൽ ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 0, ഓപ്ഷൻ ബി വെരി ലോ, അതായത് വളരെ കുറച്ചായിരിക്കും. ഓപ്ഷൻ സി നോർമൽ കറണ്ട് തന്നെ ആയിരിക്കും ഫ്ലോ ചെയ്യുക. ഓപ്ഷൻ ഡി ഇൻഫിനിറ്റ്, അതായത് ഇൻഫിനിറ്റ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻ കേസ് ഓഫ് ഷോർട്ട് സർക്യൂട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സർക്യൂട്ട് മീൻസ് ഷോർട്ടായ കേസാണ് പറയുന്നത്. അന്നേരം സർക്യൂട്ടിലൂടെ നമുക്ക് ഇൻഫിനിറ്റ് കറണ്ടാണ് ആക്ച്വലി ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻഫിനിറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3, ഓം ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. ഓം എന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റെസിസ്റ്റൻസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, അത് നമ്മൾ എക്സൽ എന്ന ലെറ്ററിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓപ്ഷൻ സി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, ദാറ്റ് ഈസ് എക്സ് സി. ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതിൻ്റെ യൂണിറ്റാണ് ഓം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള 3 എ ബി സി 3 യൂണിറ്റ് ഓം തന്നെയാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ആണ്. ഓക്കെ, ദെൻ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ, ബൈ വിച്ച് ഓഫ് ദി ഫോളോവിങ് സിസ്റ്റംസ് ഇലക്ട്രിക് പവർ മേ ബി ട്രാൻസ്മിറ്റഡ്? അതായത് നമ്മൾ താഴെ പറഞ്ഞിരിക്കുന്ന ഏത് സിസ്റ്റം ഫോളോ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലാണ് നമുക്ക് ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? ഓക്കെ, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ്റെ സിസ്റ്റം ഏതാണ് താഴെ പറഞ്ഞിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ഓവർഹെഡ് സിസ്റ്റം, ഓപ്ഷൻ ബി അണ്ടർഗ്രൗണ്ട് സിസ്റ്റം, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓവർഹെഡ് സിസ്റ്റം, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ആക്ച്വലി നമ്മുടെ ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ്റെ 2 ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓവർഹെഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പവർ സിസ്റ്റത്തിൽ 3 സെക്ഷൻ ഉണ്ട്: ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ഇതിനകത്ത് ട്രാൻസ്മിഷനെ കുറിച്ചാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷനിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വരെയുള്ള ആ ഒരു കേസ് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് ആക്ച്വലി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പം ഈ ട്രാൻസ്മിഷൻ ചെയ്യുന്നത് രണ്ട് രീതിയുണ്ട്. അതാണ് ആക്ച്വലി ഒന്ന് ഓവർ ഹെഡായിട്ട് നമ്മൾ ലൈൻസ് കൊണ്ടുപോവുക,
അതാണ് ഓവർ ഹെഡ് സിസ്റ്റം. രണ്ടാമത്തത് നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴി. ഓക്കെ, അതാണ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം. നമ്മുടെ UG സിസ്റ്റം എന്ന് പറയും. ഓവർ ഹെഡ് സിസ്റ്റത്തെ നമ്മൾ OH സിസ്റ്റം എന്നും പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് താഴെ പറഞ്ഞ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണെന്നാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ടും കറക്റ്റ് ആൻസർ ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, both A and B. Okay, then next question number 5. Which of the following material is not used for transmission and distribution of electric power? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏത് മെറ്റീരിയലാണ് ഒരു ഇലക്ട്രിക് പവറിൻ്റെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ യൂസ് ചെയ്യാത്തത്? അതായത് ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആ രണ്ട് കേസിൽ ഉപയോഗിക്കാത്തത് താഴെ പറയുന്നതിൽ ഏത് മെറ്റീരിയലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ കോപ്പർ, ഓപ്ഷൻ A കോപ്പർ, ഓപ്ഷൻ B അലൂമിനിയം, ഓപ്ഷൻ C ബോത്ത് A ആൻഡ് B, ഓപ്ഷൻ D ടങ്സ്റ്റൺ. അപ്പോൾ നമുക്കിവിടെ കോപ്പറും അലൂമിനിയം ഒക്കെ നമുക്ക് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. ടങ്സ്റ്റൺ ആണ് കറക്റ്റ് ആൻസർ. ടങ്സ്റ്റൺ നമ്മൾ ലാമ്പിലൊക്കെ ആണ് യൂസ് ചെയ്യുന്നത്, ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. The substations usually located at the generating stations are. അതായത് നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ആ ഒരു ലൊക്കേഷനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റേഷൻ നമ്മൾ എന്താണ് പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ A സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ, ഓപ്ഷൻ B പ്രൈമറി ഗ്രിഡ് സബ്സ്റ്റേഷൻ, ഓപ്ഷൻ C ഡിസ്ട്രിബ്യൂഷൻ സബ്സ്റ്റേഷൻ, ഓപ്ഷൻ D കൺവേർട്ടിംഗ് സബ്സ്റ്റേഷൻ. അപ്പോൾ നമുക്ക് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ 11 kV ആണ് നോർമലി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പവർ. അപ്പോൾ പക്ഷേ നമുക്ക് ട്രാൻസ്മിഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് ജനറേറ്റ് ചെയ്ത വോൾട്ടേജ് നമ്മൾ ഒന്നും കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് നമ്മൾ ആക്ച്വലി ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഓക്കെ, നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ഒക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ കൺസ്യൂമേഴ്സിലേക്ക് എത്തുന്നത് വരെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചൊരു ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള സബ്സ്റ്റേഷനാണ്. സോ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ്, സ്റ്റെപ്പ് അപ്പ് സബ്സ്റ്റേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. All equipments of substations are installed within the station building. That is, നമ്മൾ ഒരു സബ്സ്റ്റേഷൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഒരു സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് ഏത് സബ്സ്റ്റേഷനെയാണ് സൂചിപ്പിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ A ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ, അതായത് നമുക്കൊരു ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ പുറത്തൊക്കെ ആയിട്ട് മൊത്തം എക്യുപ്മെൻറ്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ആക്ച്വലി ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ. ദെൻ ഓപ്ഷൻ B പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ. പോൾ മൗണ്ടഡ് സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മളൊരു ഒരു ഒരു പോൾ ഉണ്ടാക്കിയിട്ട് ആ പോളിൻ്റെ മുകളിലാണ് നമ്മൾ ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ സബ്സ്റ്റേഷൻ, അതായത് നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ അകത്ത് എല്ലാ എക്യുപ്മെൻറ്റ്സും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓപ്ഷൻ D നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ഇൻഡോർ സബ്സ്റ്റേഷൻ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. When number of lines operating at the same voltage levels need to be connected electrically dash are used. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു നമ്പർ ഓഫ് ലൈൻസ്, അതായത് ഒരു സെയിം വോൾട്ടേജ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസിനെ നമുക്ക് ഇലക്ട്രിക്കലി കണക്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഇവിടെ പറയുന്നതിൽ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A ഐസൊലേറ്റർ, ഓപ്ഷൻ B വേവ് ട്രാപ്സ്, ഓപ്ഷൻ C ബസ് ബാസ്, ഓപ്ഷൻ D കപ്ലിംഗ് കപ്പാസിറ്റർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഇതിലുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്കൊരു ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ്. അപ്പം നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഒരേ വോൾട്ടേജ് ലെവലിൽ
നമുക്ക് കിട്ടാൻ വേണ്ടി ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബസ് ബാർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. The equipment installed in the substation for trapping the high frequency communication signals sent on the line is. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കൊരു സബ്സ്റ്റേഷനിൽ ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സിഗ്നലിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സബ്സ്റ്റേഷനിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഐസൊലേറ്റേഴ്സ്, ഓപ്ഷൻ ബി വേവ് ട്രാപ്സ്, ഓപ്ഷൻ സി ബസ് ബാസ്, ഓപ്ഷൻ ഡി കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്. അപ്പം നമുക്ക് ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ ട്രാപ്പ് ചെയ്യാനുള്ളത് ഓപ്ഷൻ ബി ആണ്, വേവ് ട്രാപ്പ്. ഓക്കെ, നെക്സ്റ്റ് question number 10. A conductor which connects the substation to the area where power is to be distributed is dash. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്ക് ഒരു സബ്സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഒരു ഏരിയയിൽ, മൊത്തം ഏരിയയിലേക്ക് കണക്റ്റ് ചെയ്യുന്ന കണ്ടക്ടറിനെ എന്താണ് പറയുക? അതായത് നമ്മുടെ സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മൾക്ക് ഒരു മൊത്തമായിട്ടൊരു ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം ആ ഒരു കണക്ഷൻ കൊടുക്കുന്ന കണ്ടക്ടറിന് പറയുന്ന പേരെന്താണ്? അപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ മെയിൻ എക്യുപ്മെൻറ്റ്സ് ആണ് ഫീഡർ, ഡിസ്ട്രിബ്യൂട്ടർ, സർവീസ് മെയിൻസ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള സബ്സ്റ്റേഷനിൽ നിന്ന് ആ ഒരു മൊത്തം ഏരിയയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടക്ടർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഓപ്ഷൻ ബി ഫീഡർ, ഓപ്ഷൻ സി സർവീസ് മെയിൻസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫീഡറാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമുക്കിവിടെ ഫീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ആ ഒരു ഏരിയയിലേക്കുള്ള കണക്ഷൻ വെച്ചാൽ ആക്ച്വലി ഡിസ്ട്രിബ്യൂട്ടറിലേക്കാണ് നമുക്ക് ആ ഒരു കണക്ഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടറാണ് ശരിക്കും അതിൽ നിന്ന് ഓരോ ടാപ്പിങ്സ് എടുത്തിട്ട് പിന്നെ നമുക്ക് ഓരോ കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നത്. ഇനി സർവീസ് മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വലി ഒരു കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെയും കൺസ്യൂമർ ലോഡ് ടെർമിനലിൻ്റെ ഇടയ്ക്കുള്ള നോർമൽ കേബിളാണ് സർവീസ് ലൈൻസ് അല്ലെങ്കിൽ സർവീസ് മെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ മൂന്ന് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫീഡർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. എ സ്മോൾ കേബിൾ which contacts the distribution to the consumer's terminal. അതായത് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ കൺസ്യൂമറിൻ്റെ ടെർമിനലിലേക്ക്, ലോഡ് ടെർമിനലിലേക്ക് വരുന്ന സ്മോൾ കേബിൾസ് അല്ലെങ്കിൽ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്മോൾ കേബിൾസിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഓപ്ഷൻ ബി ഫീഡേഴ്സ്, ഓപ്ഷൻ സി സർവീസ് മെയിൻസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സർവീസ് മെയിൻസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. According to scheme of connection, the distribution system classified as dash. അതായത് നമുക്കൊരു സ്കീം ഓഫ് കണക്ഷൻ്റെ ബേസിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റേഡിയൽ സിസ്റ്റം, ഓപ്ഷൻ ബി റിംഗ് മെയിൻ സിസ്റ്റം, ഓപ്ഷൻ സി ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആൻസർ. ഇതെല്ലാം നമുക്ക് സ്കീം ഓഫ് കണക്ഷൻ്റെ ബേസിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്തതിൽ വരുന്ന ഓരോന്നുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. അതായത് റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്ന എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ
ഷോർട്ട് ഡിസ്റ്റൻസ് ഓൺലി, അതായത് ചെറിയ ഡിസ്റ്റൻസിൽ മാത്രം. ഓപ്ഷൻ ബി ലോങ് ഡിസ്റ്റൻസ് ഓൺലി, വളരെ ലോങ് ആയ ഡിസ്റ്റൻസിൽ മാത്രം ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട്, നമുക്ക് ലോങ് ആണെങ്കിലും ഷോർട്ടിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്കിവിടെ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഓൺലി ആണ്. ഓക്കെ, then next question number 14. The phenomenon of violet glow, hissing noise and production of ozone gas around overhead transmission line is known as dash. അതായത് ഒരു പ്രതിഭാസം, അതായത് നമുക്ക് ഒരു ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ചുറ്റുമായിട്ട് ഒരു വയലറ്റ് കളറിലൊരു പ്രകാശം ഉണ്ടാകുക, അതുപോലെ ഒരു ഹിസ്സിങ് നോയ്സ്, ഇതൊരു മൂളൽ പോലത്തെ ഒരു നോയ്സ്, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഓസോൺ ഗ്യാസ്, ഒരു ഓസോൺ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന പ്രതിഭാസത്തിന് അല്ലെങ്കിൽ ആ ഫിനോമിനോണിനെ പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്കിൻ എഫക്റ്റ്, ഓപ്ഷൻ ബി സാഗ്, ഓപ്ഷൻ സി കൊറോണ എഫക്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് കൊറോണ എഫക്റ്റ് ആണ്. ഓക്കെ, ദെൻ നമുക്കിവിടെ പറഞ്ഞു സാഗ്. സാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പോയിൻ്റ് ഓഫ് സപ്പോർട്ടും അതുപോലെ നമ്മുടെ കണ്ടക്ടറിൻ്റെ ലോവർ പോയിൻ്റ്, ഇപ്പം നമ്മൾ ഒരു ഓവർഹെഡ് ലൈൻസിൽ രണ്ട് സപ്പോർട്ടിൻ്റെ ഇടയിൽ നമ്മുടെ കണ്ടക്ടർ അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടറിങ് ലൈൻ പാസ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കണ്ടക്ടർ കുറച്ചിങ്ങനെ ഹാങ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഹാങ് ചെയ്തിട്ടുള്ള ആ കണ്ടക്ടർ ഇങ്ങനെ ബെൻഡായി നിൽക്കണതിൻ്റെ ഏറ്റവും താഴത്തെ എൻഡും നമ്മുടെ പോളിൻ്റെ ആ ഒരു സ്റ്റാർട്ടും തമ്മിൽ ആ പോയിന്റുകൾക്കിടയിലുള്ള ലെവൽ ഡിഫറൻസിനെയാണ് ആക്ച്വലി നമ്മൾ സാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മുടെ സ്കിൻ എഫക്റ്റ്. സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ടെൻഡൻസി ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് ടു കോൺസെൻട്രേറ്റ് ഓൺലി നിയർ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ. അതായത് ഒരു കണ്ടക്ടറിൻ്റെ സർഫസിന് നിയറായിട്ട് മൊത്തം ആൾട്ടർനേറ്റിംഗ് കറണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ ആക്ച്വലി സ്കിൻ എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പം മൂന്നും എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ 14th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ സി കൊറോണ എഫക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. The difference in level between points of supports and the lowest point on the conductor is called dash. Option A skin effect, option B sag, option C corona effect, option D none of this. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് the difference in level between the supports and the lowest point on the conductor. അതായത് നമുക്ക് രണ്ട് സപ്പോർട്ട്സിൻ്റെ ഇടയിൽ നമുക്ക് കണ്ടക്ടർ കൊടുത്തിട്ടുണ്ടാകും അല്ലേ? നമ്മുടെ ട്രാൻസ്മിഷനിൽ കണ്ടക്ടേഴ്സിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആക്ച്വലി സപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള കണ്ടക്ടർ കുറച്ചൊന്ന് ഹാങ് ചെയ്ത പോലെ ആയിരിക്കും ആക്ച്വലി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടക്ടറിൻ്റെ ബെൻഡ് ചെയ്തിട്ടുള്ള ആ കണ്ടക്ടറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റും ആ കണ്ടക്ടർ നമ്മൾ സപ്പോർട്ടിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റും തമ്മിലുള്ള അതിൻ്റെ ആ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയിലുള്ള ലെവൽ ഡിഫറൻസിനെ എന്താ പറയുക എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സാഗ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ACSR ഈസ് ഡാഷ്. അതായത് ACSR എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അലൂമിനിയം കണക്റ്റഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്, ഓപ്ഷൻ ബി അലൂമിനിയം
current steel reinforced. Option C, aluminum conductor steel reinforced. Option D, aluminum conductor steel resistance. അപ്പോൾ നമുക്ക് ACSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അലൂമിനിയം കണ്ടക്ടറിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൂമിനിയം കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ നമ്മളൊരു കോറായിട്ട് ഒരു ഗാൽവനൈസ്ഡ് സ്റ്റീൽ വയേഴ്സ് റീഇൻഫോഴ്സ് ചെയ്യുന്നതാണ് ആക്ച്വലി നമ്മൾക്ക് ACSR എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് ഉള്ള കണ്ടക്ടറാണ്. ആ ഒരു കോമ്പോസിറ്റ് കണ്ടക്ടറിനെ പറയുന്ന പേരാണ് ACSR. ആക്ച്വലി സ്റ്റീൽ കോർഡ് അലൂമിനിയമാണിത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾക്ക് ഈ സ്റ്റീൽ കോർഡ് അലൂമിനിയത്തിന് നമ്മൾ പറയുന്നതാണ് ACSR എന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ തന്നെ വേറെ ഒരു പേരും കൂടി പറയാറുണ്ട്, അലൂമിനിയം കോർഡ് സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും പറയാറുണ്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നമ്മുടെ 16th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അലൂമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീഇൻഫോഴ്സ്ഡ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17. The use of strain type insulators are used ഡാഷ്. അതായത് നമുക്ക് ആ സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എവിടെയാണ് യൂസ് ചെയ്യുക, അതിൻ്റെ യൂസേജ് എവിടെയാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ, അറ്റ് ഡെഡ് എൻഡഡ്, അതായത് നമ്മുടെ ലൈൻസിൻ്റെ എൻഡിൽ, ഡെഡ് എൻഡിൽ. ഓപ്ഷൻ ബി, ഫോർ ലോ വോൾട്ടേജ് ലൈൻസ് ലെസ് ദാൻ 11 kV, അതായത് 11 kVൻ്റെ താഴെ വരുന്ന ലോ വോൾട്ടേജ് ലൈൻസിൽ. ഓപ്ഷൻ സി, ഷാർപ്പ് കർവ്, അതായത് ഒരു വലിയൊരു കർവ് ഒക്കെ വരുന്ന ഇടങ്ങളിൽ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദിസ്. കാരണം ഇവിടെ എല്ലാം നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ഡെഡ് എൻഡിലും അതുപോലെ ഒരു കോർണറിൽ ഓർ ഷാർപ്പ് കർവിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ഗ്രേറ്റർ ടെൻഷൻ ഉള്ള ഇടങ്ങളിലാണ് നമ്മൾ ഈ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലെസ് ദാൻ 11 kV ലോ വോൾട്ടേജസിലൊക്കെ ആക്ച്വലി നമ്മൾ ഷാക്കിൾ ഇൻസുലേറ്റേഴ്സ് ആണ് സ്ട്രെയിൻ ഇൻസുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻസിലൊക്കെ നമ്മൾ സ്ട്രെയിൻ ഇൻസുലേറ്റേഴ്സ് ആയിട്ട് സസ്പെൻഷൻ ഇൻസുലേറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾക്ക് സ്ട്രെയിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത് തന്നെയാണ് ഈ 3 ഓപ്ഷൻ തന്നിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18. എ ഡിവൈസ് വിച്ച് ബ്രേക്സ് ഓർ ഓപ്പൺ ദ സർക്യൂട്ട് under abnormal condition and protect the system is dash. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾക്കൊരു സർക്യൂട്ടിനെ ഒരു അബ്നോർമൽ കണ്ടീഷൻ വരുന്ന സമയത്ത് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്, അങ്ങനെ നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് അബ്നോർമൽ കണ്ടീഷനിൽ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, അത്തരം ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ, ഐസൊലേറ്റർ. ഓപ്ഷൻ ബി, സർക്യൂട്ട് ബ്രേക്കർ. ഓപ്ഷൻ സി, ഫ്യൂസ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതൊക്കെ ഈ എല്ലാം തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്കൊരു സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, സർക്യൂട്ട് ബ്രേക്കറാണ്. സർക്യൂട്ട് ബ്രേക്കറാണ് ആക്ച്വലി നമുക്കൊരു സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് ആർ ജനറലി not used for voltages beyond dash.
ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് നമ്മൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജിൻ്റെ ബിയോണ്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അത് എത്ര വോൾട്ടേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഏത് വോൾട്ടേജിന് മുകളിലേക്കാണ് നമ്മൾ പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യാത്തത്? ഓപ്ഷൻ എ 1 kV, ഓപ്ഷൻ ബി 11 kV, ഓപ്ഷൻ സി 22 kV, ഓപ്ഷൻ ഡി 33 kV. അപ്പോൾ നമ്മൾക്ക് ആക്ച്വലി പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് 33 kV വരെയാണ് യൂസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 33 kV. 33 kVക്ക് മുകളിലാണ് നമുക്ക് പിൻ ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ലൈറ്റനിങ് ഡാഷ്. അതായത് നമുക്കൊരു ലൈറ്റനിങ്, മിന്നൽ, ആ ലൈറ്റനിങ്ങിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ എ എർത്തിങ് സ്ക്രീൻ, ഓപ്ഷൻ ബി ലൈറ്റനിങ് അറസ്റ്റർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ലൈറ്റനിങ്ങിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എർത്തിങ് സ്ക്രീൻ, അതുപോലെ ലൈറ്റനിങ് അറസ്റ്റർ, etc. So here the correct answer is option C, both A and B. Okay, the next question number 21. The conductors of the overhead lines are mainly dash. അതായത് നമ്മളൊരു ഓവർഹെഡ് ലൈനിൽ ഉപയോഗിക്കുന്ന കണ്ടക്ടേഴ്സ് ഇതിൽ എന്ത് പ്രത്യേകതയാണെന്നാണ് പറയുന്നത്. താഴെ പറയുന്നത് ഏതാണ് നമ്മൾ ആക്ച്വലി ഒരു ഓവർഹെഡ് ലൈൻസിൽ കണ്ടക്ടേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ എ സോളിഡ്, ഓപ്ഷൻ ബി സ്ട്രാൻഡഡ്, ഓപ്ഷൻ സി ഹോളോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ ഓവർഹെഡ് ലൈൻസിൽ കണ്ടക്ടേഴ്സ് സ്ട്രാൻഡഡ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സ്ട്രാൻഡഡ് ആയിട്ട് കൊടുക്കുമ്പോൾ അവിടെ കണ്ടക്ടേഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം സ്ട്രാൻഡഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടക്ടേഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ആവും. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്ട്രാൻഡഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ കേബിൾസ് ഷീറ്റ്സ് ആർ യൂസ്ഡ് ടു ഡാഷ്. അതായത് കേബിൾസിൽ, ആക്ച്വലി അണ്ടർഗ്രൗണ്ട് കേബിൾസിൽ നമ്മൾ ഷീത്ത് എന്തിനാണ് കൊടുക്കുന്നത്, എന്തിനാണ് ഷീത്ത് ഉപയോഗിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ പ്രിവെൻറ്റ് ദ മോയ്സ്ചർ ഫ്രം എൻറ്ററിങ് ദ കേബിൾ. അതായത് കേബിളിലേക്ക് മോയ്സ്ചർ എൻ്റർ ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ. ഓപ്ഷൻ ബി പ്രൊവൈഡ് ഇനഫ് സ്ട്രെങ്ത്. അതായത് കൂടുതൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ. ഓപ്ഷൻ സി പ്രൊവൈഡ് പ്രോപ്പർ ഇൻസുലേഷൻ. അതായത് കറക്റ്റ് ഇൻസുലേഷൻ, പ്രോപ്പറായിട്ടുള്ള ഇൻസുലേഷൻ ആ ഒരു കണ്ടക്ടറിന് പ്രൊവൈഡ് ചെയ്യാൻ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം അണ്ടർഗ്രൗണ്ട് കേബിൾസിന് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡിഫറെൻറ്റ് സെക്ഷൻ പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് കണ്ടക്ടേഴ്സ് നമ്മളൊരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ പുറത്താണ് നമുക്കൊരു ഷീത്ത് കൊടുക്കുന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ ലഡ് ഷീത്താണ് കൊടുക്കുന്നത്. ദെൻ നമ്മൾ ഒരു ബെഡിങ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്. അതായത് ഹിസൈൻ ടേപ്പ് അല്ലെങ്കിൽ ജൂട്ട് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ്, അതായത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ഒക്കെയാണ്. അപ്പം ആ ഒരു മെറ്റീരിയൽ കൊണ്ട് ബെഡിങ് എന്ന് പറഞ്ഞ സെക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മളൊരു ആർമറിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജാണ് അതിൻ്റെ നെക്സ്റ്റ് സെക്ഷനായിട്ട് ഒരു കവറിങ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ആർമറിങ് കൊടുക്കുന്നത്. ദെൻ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ട് പുറത്തുള്ള ലെയറാണ് നമ്മുടെ സെർവിങ് എന്ന് പറയുന്നത്. അതും അഗൈൻ ജൂട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സെർവിങ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ഒരു ലെയറാണ് ആക്ച്വലി ഷീത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻസുലേഷൻ, കണ്ടക്ടേഴ്സിന് ഇൻസുലേഷൻ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് മൊത്തമായിട്ട് ലെയറായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഷീത്ത്. നമ്മൾ മെയിനായിട്ട് ലെഡ് ഷീത്താണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾക്ക് കേബിളിലേക്ക് മോയ്സ്ചർ, നമ്മളിപ്പം അണ്ടർഗ്രൗണ്ട് കേബിളാണെന്ന് വെച്ചാൽ നമുക്ക് ആ കേബിളിലേക്ക് നമ്മൾ
നിലത്ത്, അതായത് അണ്ടർഗ്രൗണ്ട് ആയതുകൊണ്ട് സോയിലിൽ നിന്നൊക്കെ നമുക്ക് മോയ്സ്ചർ വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസിഡിക് ആയിട്ടുള്ള ലിക്വിഡ്സിൻ്റെ ഒക്കെ പ്രസൻസ് വരാം. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കാതിരിക്കാനൊക്കെ കൂടെ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ കേബിളിലേക്ക് മോയ്സ്ചറിൻ്റെ എൻറ്ററിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലഡ് ഷീത്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, prevent the moisture from entering the cable. Okay, then next question 23. Which of the following insulation is used in cables? അതായത് നമ്മൾ താഴെ പറയുന്നതിൽ ഏത് ഇൻസുലേഷൻ ആണ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ കേബിൾസിൽ ഇൻസുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ, varnished cloth, option B rubber, option C paper, option D all of this. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതൊക്കെ ആക്ച്വലി ഇൻസുലേഷൻ, നമ്മൾ കേബിൾസിൽ കൊടുക്കുന്ന ഇൻസുലേഷൻ തന്നെയാണ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, all of this. Okay, the next question number 24. The bedding on a cable consists of dash. അതായത് നമ്മളൊരു കേബിൾ, ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൽ നമ്മൾ ബെഡിങ് കൊടുക്കുന്നതിൽ എന്തുപയോഗിച്ചിട്ടാണ് ആ ബെഡിങ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഹിസൈൻ ക്ലോത്ത്, ഓപ്ഷൻ ബി ജൂട്ട്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമുക്ക് ബെഡിങ് എന്ന് പറഞ്ഞ ലെയർ ആക്ച്വലി നമ്മളൊരു കേബിളിൽ അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് കേബിളിൽ കണ്ടക്ടേഴ്സിൻ്റെ പുറത്ത് ഇൻസുലേഷൻ ലെയർ കൊടുത്തു, അതിൻ്റെ പുറത്ത് നമ്മുടെ ഷീത്ത് കൊടുത്തു, അതിന് ശേഷം വരുന്ന ലെയറാണ് ആക്ച്വലി ബെഡിങ്. അതിന് ശേഷം വരുന്ന ഒരു കവറിങ് ആണ് ബെഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബെഡിങ് ആക്ച്വലി നമ്മൾക്ക് ആ ഒരു ലെഡ് ഷീത്ത് കവറിങ് കൊടുക്കുന്നതിന് ഒരു മെക്കാനിക്കൽ എന്താ പറയുക, മെക്കാനിക്കൽ എഫക്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അതിന്ന് ആ ഒരു ബെഡിങ് കൊടുത്ത് ലെഡ് ഷീത്ത് കൊടുത്തതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ബെഡിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ബെഡിങ്ങിന് ശേഷം വരുന്ന ആർമറിങ് ആണെങ്കിൽ അഗൈൻ ഗാലനൈസ്ഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ലെയർ കൊടുക്കുകയാണ്. സോ അവിടെയൊക്കെ നമുക്കൊരു ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അതിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു കൂടുതൽ സ്ട്രെങ്ത് അവിടേക്ക് ഫീൽ ചെയ്യാം. സോ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ബെഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബെഡിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആക്ച്വലി ജൂട്ട്, അതുപോലെ ഹിസൈൻ ക്ലോത്ത് ഒക്കെയാണ്. സോ നമ്മുടെ ഒരു ബെഡ് ലൈക്ക് സ്ട്രക്ചർ അവിടെ ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ കൊടുത്തിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഫോർ കേബിൾസ് ഷുഡ് ഡാഷ്. അതായത് ഒരു നമ്മൾ കേബിൾസിന് വേണ്ടിയിട്ടുള്ള ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത, പ്രോപ്പർട്ടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. താഴെ പറയുന്നതിൽ എന്താണ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് തീർച്ചയായിട്ടും വേണ്ടത്, ഒരു കേബിളിന് ഉപയോഗിക്കുന്ന ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് തീർച്ചയായിട്ടും വേണ്ടത് എന്താണ് താഴെ പറയുന്ന ഓപ്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്, ഓപ്ഷൻ എ ബി ആസിഡ് പ്രൂഫ്. അതായത് നമ്മൾക്ക് ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആസിഡ് പ്രൂഫ് ആയിരിക്കണം. ഓക്കെ, ഓപ്ഷൻ ബി നോൺ ഇൻഫ്ലേമബിൾ, അതായത് പെട്ടെന്ന് തീ പിടിക്കാത്ത നോൺ ഇൻഫ്ലേമബിൾ ആയിരിക്കണം. ഓപ്ഷൻ ബി നോൺ ഹൈഗ്രോസ്കോപ്പിക്, അതായത് വാട്ടറൊന്നുമായിട്ട് പെട്ടെന്ന് വാട്ടറൊന്നും എൻ്റർ ചെയ്യാതെ വാട്ടറുമായിട്ടൊന്നും റിയാക്ട് ചെയ്യാത്തതായിരിക്കണം. ഓപ്ഷൻ ഡി ഹാവ് ഓൾ എബവ് പ്രോപ്പർട്ടീസ്, എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കണം. ഓക്കെ, സോ നമുക്കിവിടെ ഒരു കേബിളിൻ്റെ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വേണ്ട ഗുഡ് പ്രോപ്പർട്ടീസ് തന്നെയാണ് ഈ താഴെ പറഞ്ഞിട്ടുള്ളത്. Okay, so here the correct answer is option D, have all above properties. Okay, the next question number 26. In a cable immediately above metallic sheath dash is provided. Question ഇതാണ്, ഒരു കേബിളിൽ നമ്മളൊരു മെറ്റാലിക് ഷീത്തിൻ്റെ എബോവ് ആയിട്ട് മുകളിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? അതായത് മെറ്റാലിക് ഷീത്തിൻ്റെ എബോവ് വരുന്ന ലെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ മെറ്റാലിക് ഷീത്ത് എന്ന് പറഞ്ഞ ഒരു ലെയർ കൊടുത്തതിന് മുകളിൽ വരുന്ന ലെയർ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരുന്നു ഓരോ സെക്ഷനും. സോ
The option is earthing connection, option B bedding, option C both A and B, option D none of this. So here the correct answer is option B bedding ആണ്. അതായത് നമ്മൾ ആ ഒരു മെറ്റാലിക് ഷീത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെയറിന് ഒരു പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ബെഡ് ലൈക്ക് സ്ട്രക്ചർ കൊടുക്കുന്നത്, ജൂട്ട് അല്ലെങ്കിൽ ഹിസൈൻ ക്ലോത്ത് ഒക്കെ പോലത്തെ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട്. സോ ദാറ്റ് ഈസ് ബെഡിങ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ബെഡിങ്. Then next question number 27. Which material is used for wiring continuous bus bar? അതായത് ഒരു കണ്ടിന്യൂസ് ബസ് ബാസിൻ്റെ വയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ അലൂമിനിയം, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾക്ക് ബസ് ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു കണ്ടിന്യൂസ് വോൾട്ടേജ് കിട്ടുന്ന കുറേ ലൈൻസിനെ ഒരുമിച്ച് നമുക്ക് കണക്ട് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ബസ് ബാർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂസ് ബസ് ബാറിന് നമുക്ക് മെയിനായിട്ട് അവിടെ നല്ലൊരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ആ മെറ്റീരിയൽ നമുക്ക് കോസ്റ്റ് കുറയണം. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും കൂടി നോക്കുമ്പോൾ എക്കണോമിക്കലി ഒക്കെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ സാധാരണ നോർമലി കണ്ടിന്യൂസ് ബസ് ബാർ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അലൂമിനിയമാണ്. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്ക് ആക്ച്വലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആണ്, രണ്ടും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇതിൽ ഓപ്ഷൻ എ അലൂമിനിയമാണ്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. എ ഫ്യൂസ് ഈസ് ഡാഷ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്, ഒരു ഫ്യൂസ് എന്താണ്, അതായത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷനിൽ ബേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഫ്യൂസ് നമ്മൾ കണക്ട് ചെയ്യുന്നത് സർക്യൂട്ടിൽ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓൾവേസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. നമ്മൾ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ ഒരു ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത്. ഓൾവേസ്, നമ്മൾ ആ വേർഡിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓൾവേസ്, എല്ലായ്പ്പോഴും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് എന്ന്. ഓപ്ഷൻ ബി ഓൾവേസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ സർക്യൂട്ട്. നമ്മളെല്ലായ്പ്പോഴും സർക്യൂട്ടിന് പാരലായിട്ടാണ് ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി നോർമലി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സർക്യൂട്ട്. അതായത് നമ്മൾ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് നോർമലി സാധാരണ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ്. ഓപ്ഷൻ ഡി നോർമലി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ സർക്യൂട്ട്. നമ്മൾ നോർമലി സർക്യൂട്ടിന് പാരലായിട്ടാണ്, സാധാരണ സർക്യൂട്ടിന് പാരലായിട്ടാണ് കണക്ട് ചെയ്യാറുള്ളത്. സോ നമ്മളിവിടെ ഓപ്ഷൻസും കൂടെ നോക്കിയിട്ടാണ് കറക്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ് നോക്കേണ്ടത്. സോ നമുക്കിവിടെ ഇപ്പം നോർമലി നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയാറ് എന്താ, സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് ആൻസേഴ്സ് എയും സിയും സർക്യൂട്ടിന് സീരീസ് ആയിട്ടെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അവിടെ ആ ഒരു വേർഡിൻ്റെ മീനിങ് കൂടെ നമ്മൾക്ക് ക്ലിയർ ആവണം. ദാറ്റ് ഈസ് ഓൾവേസ് നോർമലി. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മൾ എല്ലായ്പ്പോഴും സർക്യൂട്ടിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത്, അല്ലാതെ സാധാരണ അല്ലെങ്കിൽ നോർമലി അല്ല. എല്ലായ്പ്പോഴും നിർബന്ധമായിട്ട് എല്ലായ്പ്പോഴും നമ്മൾ കണക്ട് ചെയ്യണത് സീരീസ് ആയിട്ട് തന്നെയാണ് ഫ്യൂസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. എ ഫ്യൂസ് ഈസ് കണക്ട് ചെയ്യുന്നത് ഓൾവേസ് സീരീസ് വിത്ത് ദ സർക്യൂട്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. അഡ്വാൻറ്റേജസ് ഓഫ് ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഈസ് ഓർ ആർ ഡാഷ്. അതായത് ഒരു ഹയർ ട്രാൻസ്മിഷൻ വോൾട്ടേജിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ ട്രാൻസ്മിഷൻ വോൾട്ടേജ്, നമ്മൾ ഹയർ വോൾട്ടേജ് കൊടുക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് താഴെ പറയുന്നതിൽ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഓപ്ഷൻ എ പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഇൻക്രീസ്ഡ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞതാണ് ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പവർ ട്രാൻസ്ഫർ ക്യാപ്പബിലിറ്റി, അതായത് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ ഒരു കഴിവ്
ഇൻക്രീസ് ആണ്. അതായത് ഹയർ ആയിട്ട് നമ്മൾ ഹയർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ആ പവർ ട്രാൻസ്ഫർ കാപ്പബിലിറ്റി ഇൻക്രീസ് ആകും. ഓപ്ഷൻ ബി പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ ലോസസ് ആർ റെഡ്യൂസ്ഡ്. നമ്മൾ അങ്ങനെ ഒരു ഹയർ വോൾട്ടേജ് കൊടുക്കുമ്പോൾ, ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഹയർ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ലോസുകൾ കുറയും. ഓപ്ഷൻ സി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് വോളിയം ഓഫ് ദി കണ്ടക്ടർ ഈസ് റെഡ്യൂസ്ഡ്. നമ്മൾ അങ്ങനെ ഒരു ഹയർ വോൾട്ടേജ് കൊടുക്കണനുസരിച്ച് നമുക്ക് ഹയർ വോൾട്ടേജ് ആകുമ്പോൾ അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അതുപോലെ കണ്ടക്ടറിൻ്റെ വോളിയം ഒക്കെ കുറവ് മതി. ദെൻ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമുക്കിവിടെ താഴെ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ആക്ച്വലി നമുക്കൊരു ട്രാൻസ്മിഷൻ വോൾട്ടേജ് ഹയർ ആയി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് തന്നെയാണ്. So the correct answer is option D, all of this. Okay. Then next question number 30. Question number 30 എന്താണ്? The operating frequency, that is AC, of India is dash. അതായത് നമ്മുടെ ഇന്ത്യയിലെ AC-യുടെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നാലും നമുക്ക് സിമ്പിൾ ആയതുകൊണ്ട് ചോദിക്കുമെന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ചിലപ്പോൾ തെറ്റിക്കാനും ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ 0 ഹെഡ്സ്, ഓപ്ഷൻ ബി 50 ഹെഡ്സ്, ഓപ്ഷൻ സി 60 ഹെഡ്സ്, ഓപ്ഷൻ ഡി 100 ഹെഡ്സ്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 50 ഹെഡ്സ്. അതായത് നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ AC-യുടെ ഫ്രീക്വൻസി, അതായത് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി, നമ്മുടെ ഇന്ത്യയിൽ പറയുന്ന സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി 50 ഹെഡ്സ്. ഇനി നമുക്കിവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു നമുക്ക് AC-യുടെ ഫ്രീക്വൻസി ആണെന്ന്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് AC ആണോ DC ആണോ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, DC ആണെങ്കിൽ നമുക്ക് 0 ഹെഡ്സ് ആണ്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഇല്ല. കാരണം DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടാണ്. AC ആണ് നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ളത് AC ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ നമുക്ക് AC-ക്ക് ആൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് AC-യിലാണ് ആ ഒരു നമ്പർ ഓഫ് സൈക്കിൾസ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത്. സോ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് AC-യിലാണ് ഉള്ളത്. നമുക്ക് DC-ക്ക് അങ്ങനെ ഒരു നമ്പർ ഓഫ് സൈക്കിൾസ് ഒന്നും പറയാനില്ല. നമുക്ക് ഡയറക്റ്റ് കറണ്ട് ആണ് DC. സോ ദാറ്റ് ഇസ് വൈ ദ ഫ്രീക്വൻസി ഓഫ് DC ഈസ് 0 ഹെഡ്സ്, AC ഈസ് 50 ഹെഡ്സ്. ഫ്രീക്വൻസി ഓഫ് AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വരാം. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 50 ഹെഡ്സ് ആണ്. സോ ദ 30th ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 50 ഹെഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഇവിടെ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന മൊഡ്യൂളിലെ ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇതിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ ഓപ്ഷൻസ് വെച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.